അഞ്ജന നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പൂവാണ് നമ്മുടെ ശംഖുപുഷ്പം എന്ന് പറയുന്ന പൂ. അപ്പോൾ ഈ ശംഖുപുഷ്പം വെള്ള ശംഖുപുഷ്പവുമുണ്ട്, നീല ശംഖുപുഷ്പവുമുണ്ട്. ചില വീടുകളിലൊക്കെ നിറച്ചിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് കാണാം. എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും കുറേ പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ആ ചെടി ഇങ്ങനെ ഉണങ്ങിയൊക്കെ പോവില്ലേ, അങ്ങനെ പോയതാണ്. പക്ഷേ ആ വെള്ളയും നീലയും കൂടെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ് നമ്മുടെ മനസ്സിനല്ലേ, ഭയങ്കര സന്തോഷമാണ് ഉണ്ടാകുന്നത്. അപ്പം ഈ ശംഖുപുഷ്പം നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണോ, ഏതൊക്കെ ദിശയിൽ ഇത് വെച്ച് പിടിപ്പിക്കാം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഈ ശംഖുപുഷ്പം ഈ പറയുന്ന ദിശ അപ്പം അവിടെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിക്കാതിരിക്കുന്ന നേട്ടങ്ങളാണ് നമുക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിനെ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം നമുക്കത് എന്തെല്ലാം കാര്യങ്ങളാണെന്ന് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ശംഖുപുഷ്പത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം പറയാനായിട്ടുണ്ട്. അപ്പം ഈശ്വരാധീനം കൂടുതലുള്ള വീടുകളിലാണ് ഈ ശംഖുപുഷ്പം ഇങ്ങനെ നിറച്ച് പൂവുണ്ടായി കിടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പുഷ്പമാണ് ഈ ശംഖുപുഷ്പം. ഈ ശംഖുപുഷ്പം കൊണ്ട് നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും എല്ലാം മാറി നമ്മുടെ വീട്ടിൽ നല്ല സമാധാനപരമായ അന്തരീക്ഷവും ഐശ്വര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം മാറി കിട്ടുന്നതാണ്. വെള്ളിയാഴ്ച മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിലും നിങ്ങൾക്ക് ഈ ശംഖുപുഷ്പം കൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. കൂടുതലും വെള്ളിയാഴ്ച ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ നല്ലതാണ്. അതുപോലെ തന്നെ വെള്ള ശംഖുപുഷ്പവും ഉണ്ട്, നീല ശംഖുപുഷ്പവും ഉണ്ട്. അതുപോലെ തന്നെ ഈ ശംഖുപുഷ്പത്തിന് ഭയങ്കര ഔഷധ ഗുണമാണുള്ളത്. ഈ ആൻറ്റി ഓക്സിഡൻ്റ് ഒരുപാട് അടങ്ങിയിരിക്കുന്നുണ്ട്. നമ്മുടെ ചർമ്മത്തിന്, നമ്മുടെ സ്കിന്നിനൊക്കെ ഇത് നല്ലതാണ്. നമ്മുടെ മുടി ഒക്കെ വളരാനൊക്കെ ഈ ശംഖുപുഷ്പം ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ ശംഖുപുഷ്പം ഇങ്ങനെ കൊലയായി പൂവുണ്ടാകും. അതായത് നമ്മുടെ ഇല കാണാൻ വയ്യാതെ പൂവുണ്ടാകും. എന്നാലോ ഒറ്റയ്ക്കായിട്ട് ഉണ്ടാകാറുമുണ്ട്. ഈ ഒറ്റയ്ക്ക് ഉണ്ടാകുന്നതും ഭയങ്കരമായിട്ട് കൊലയായിട്ടുണ്ടാകുന്നതും നമുക്ക് ഒരുപാട് നല്ലതാണ്. അതിൽ നിറച്ച് പൂ വരും തോറും നമ്മുടെ സാമ്പത്തിക നിലയിലും അതുപോലെ ഉയർച്ച ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഈ ശംഖുപുഷ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെച്ച് പിടിപ്പിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്ക് ദിശയിൽ വെച്ച് പിടിപ്പിക്കാം, വടക്ക് ദിശയിൽ വെച്ച് പിടിപ്പിക്കാം, കിഴക്കേ ദിശയിൽ വെച്ച് പിടിപ്പിക്കാം. ഈ ദിശയിലൊക്കെ ശംഖുപുഷ്പം ഉള്ളത് ഒരുപാട് നല്ലതാണ്. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പം മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇപ്പം ജോലി കിട്ടും എന്ന് പറയുന്നല്ലാണ്ട് ജോലി കിട്ടുന്നില്ല. അപ്പോൾ ഈ ശംഖുപുഷ്പം ഇങ്ങനെ പൂത്തു നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും. അപ്പം അതായത് ഇപ്പം ജോലിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ, അതുപോലെ തന്നെ കല്യാണം, ഒരുപാട് നാളായിട്ട് കല്യാണം നടക്കാതെ ഒരുപാട് ഏജ് ആയിട്ടും കല്യാണം നടക്കാതൊക്കെ നിൽക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ശംഖുപുഷ്പം പുഷ്പിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ ശംഖുപുഷ്പം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. ഇതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോയും കുറേ നാൾ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര കാറ്റും മഴയുണ്ട് കേട്ടോ, ജനലടയുന്ന ഒച്ചയാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ മറ്റേതില്ലേ ഉഷമല്ലരി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ചവക്കോട്ടയിലൊക്കെ നിൽക്കുന്ന ശവന്നാറിപ്പൂ എന്നൊക്കെ നമ്മൾ പണ്ട് പറയത്തില്ല, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പിടിച്ചത് അത് ഒരുപാട് പേര് കാണുകയും അതിന് ഒരുപാട് വ്യൂസ് കയറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാണത്, വീട്ടിൽ പൂവിട്ട് കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ നമ്മൾ വിചാരിക്കാത്ത സൗഭാഗ്യങ്ങളൊക്കെയാണ് വന്നു ചേരുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള ഒരു പൂവാണ് നമ്മുടെ ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അതുപോലെ ഈ ശംഖുപുഷ്പം കൊണ്ട്
നമ്മുടെ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം അർച്ചന ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും എന്നും പറയപ്പെടുന്നതല്ല. അതെ, അപ്പം നിങ്ങൾ വീട്ടിൽ ശംഖുപുഷ്പം ഉള്ളവർ അത് നന്നായിട്ട് അതിനെ ഒന്ന് പരിപാലിച്ച് നോക്കിക്കേ. നമുക്കും അതിൻ്റെതായ മാറ്റം നമ്മുടെ വീടുകളിലും അറിയപ്പെടാനായിട്ട് പറ്റും. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, മുടങ്ങി കിടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയത്തില്ലേ, ചില ചെടികൾ പൂവിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ കൊള്ളില്ല എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ഒരു ചെടിയുണ്ട്, ആ ചെടിയുടെ പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി. അത് ശരിക്കും അനുഭവം ഉള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഞങ്ങളിങ്ങനെ ചെടി വാങ്ങിക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് ഇങ്ങനെ പേരറിയില്ല, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇങ്ങനെ വള്ളിയായിട്ടുള്ള ഒരു ചെടിയാണത്. അപ്പോൾ ഇതിപ്പം വേറൊരു ചെടി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയിലോട്ടൊക്കെ ഇത് പടർന്നു കയറും. അതായത് അതിൻ്റെ പൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടിത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പേരറിയത്തില്ല കേട്ടോ. സത്യത്തിൽ ഒരു മജന്ത പൂവാണ് ഉണ്ടാകുന്നത്, വള്ളിമേലാണ് അത് ഉണ്ടാകുന്നത്, മജന്ത പൂ. അതിൻ്റെ പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ആകർഷിക്കപ്പെടുന്ന ഒരു പൂവാണത്, ആകർഷണ ശക്തിയുള്ള ഒരു പൂവാണെന്ന് തന്നെ ഞാൻ പറയും. ഇപ്പം ആരെയോ പറഞ്ഞു ഇത് വെച്ച് പിടിപ്പിക്കരുത്, ഇത് വെച്ച് പിടിപ്പിച്ചാൽ ഭയങ്കര ദോഷമാണ്, ഇത് വെച്ച് പിടിപ്പിച്ചിട്ട് ഇതിൽ പൂവുണ്ടാകുമ്പോഴത്തേക്കും ആരെങ്കിലും മരിക്കും എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് കറക്റ്റുള്ള കാര്യമാണ്. ഇത് പൂത്ത് നിന്നപ്പോഴത്തേക്കും ആരോ പറഞ്ഞു ഇത് വലിച്ചു പറിച്ച് ദൂരെ കളയണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ആ വീട്ടുകാർ പറഞ്ഞു, ഓ ഇതൊക്കെ ചുമ്മാ അന്ധവിശ്വാസങ്ങളാണ്, വേറെ പണിയൊന്നുമില്ല, അവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് പടർന്ന് ഇതിൽ പൂവുണ്ടായപ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ വീട്ടിലുള്ളവർ, അവിടെ ഒരു ആളുണ്ടായിരുന്നു, ആ പുള്ളി മരിച്ചു പോവുകയാണ് ചെയ്തത് കേട്ടോ. അത് നമുക്ക് ശരിക്കും നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ആ ചെടി പൂവിട്ടിട്ടാണോ അതോ ഇനി പുള്ളി മരിക്കാനിരുന്നതാണോ ഒന്നും എനിക്കറിയാവുന്ന കാര്യമല്ല. പക്ഷേങ്കിൽ ഇത് കറക്റ്റാണ്, അത് പടർന്ന് പന്തലിച്ച് അതിൽ പൂവിട്ടപ്പോഴാണ് ഇതുപോലെ സംഭവിച്ചത്. ചില ചെടികൾ നമ്മുടെ വീട്ടിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതുപോലെ അങ്ങനല്ല, ചില ചെടികൾ മാത്രമല്ല, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ വീട്ടിൽ കപ്പളങ്ങ പപ്പരക്കയൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോഴത്തേക്കും അതൊന്നും കുഴപ്പമില്ലാത്ത കേട്ടോ. സാധാരണ അല്ലെങ്കിൽ പ്ലാവ് ഇതൊക്കെ വരുമ്പോഴത്തേക്കും നിറച്ച് ഇങ്ങനെ ക്രമത്തിൽ കൂടുതൽ ചക്ക ഉണ്ടാകുകയോ പപ്പരയ്ക്ക് അങ്ങനെ ഏത് സാധനമാണെങ്കിലും ക്രമത്തിൽ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചീത്തയാന്ന് പറയപ്പെടും. ഒരു എക്സാമ്പിൾ ഞാൻ ഇതുകൂടെ പറഞ്ഞു തരാവേ. ഞങ്ങൾ ഇതുപോലെ അടുത്ത് പോയപ്പോഴത്തേക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, ഞാൻ ഇവിടെ ഇതിനകത്ത് പേര് പറയുന്നില്ല കേട്ടോ. അവിടെ ഇതുപോലെ പ്ലാവിൽ ചക്ക ഉണ്ടാകും, പക്ഷേങ്കിൽ ഇതുപോലെ ചക്ക ഉണ്ടായിട്ടേ ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷേ അക്രമത്തിൽ കൂടുതൽ ചക്ക വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ആ പുള്ളിയും അരിച്ചു പോവുകയാണ് ചെയ്തത്. ശരിക്കും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ മരങ്ങളുണ്ടെങ്കിലും ക്രമത്തിൽ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദോഷമാണെന്ന് പറയും കേട്ടോ. അതിനകത്ത് കാര്യം ഇല്ലാഴികയില്ല, ഉണ്ട്. എനിക്കിപ്പോൾ 2-3 സ്ഥലത്തെ കാര്യങ്ങൾ വെച്ചിട്ട് നന്നായിട്ട് അറിയാവുന്ന കാര്യമായിട്ടോ അത്. എന്നും വെച്ചിട്ട് ഇതിപ്പോൾ നമുക്ക് വെക്കാതിരിക്കാൻ പറ്റുമല്ലോ. ഇപ്പം ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഇതൊന്നും ഇല്ലാത്തത് തന്നെ നല്ലത്. എനിക്ക് പ്ലാവൊന്നുമില്ല കേട്ടോ, ആ ഒരു പപ്പരക്ക ഉണ്ടായിരുന്നത് വെള്ളം വന്നപ്പോൾ അതും മറിഞ്ഞ് അതിൻ്റെ പോക്കിന് പോയി. അപ്പം ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നത്തില്ലേ, ഓ ഇല്ലാതിരിക്കുന്ന നല്ലതെന്നല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന അതല്ല, നമ്മൾ പറഞ്ഞു വന്നത് ശംഖുപുഷ്പത്തിൻ്റെ കാര്യമാണ്. ഇപ്പം ശംഖുപുഷ്പം ഇവിടെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ആ ചെടി അങ്ങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വംശനാശം വന്നെന്ന് തോന്നുന്നു. ഇവിടെ എങ്ങും കാണുന്നില്ല. മറ്റേത് ഒരെണ്ണം കിളുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അരി വീണ് കിളുക്കും. ശരിയാണ് കേട്ടോ. ആ പൂ ഇങ്ങനെ നിറച്ചുണ്ടായി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളും ഒക്കെ സാധിച്ചു കിട്ടും. അതാണ് ശംഖുപുഷ്പത്തിനെ കുറിച്ച് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതൊക്കെ നമുക്ക് ഓരോരുത്തരും പറഞ്ഞു തരുന്ന അനുഭവങ്ങളാണ് അല്ലേ. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്കും നമ്മളിത് ഷെയർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം നമ്മൾ ഈ ശംഖുപുഷ്പം ഉള്ള ചെടി ഞാൻ പറഞ്ഞിരിക്കുന്ന ദിശയിലൊക്കെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നന്നായിട്ട് നമ്മുടെ സാമ്പത്തിക നിലയിൽ നല്ല മാറ്റമൊക്കെ സംഭവിക്കും. ആ ചെടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. പക്ഷേങ്കിൽ കുറേ നാൾ ആയിക്കഴിഞ്ഞ് നിറച്ച് പൂവൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ ചെടിയൊക്കെ അങ്ങ് നശിച്ചു പോകത്തില്ലേ. അതിനകത്ത് യാതൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ദിശയിലൊക്കെ ഈ ചെടിയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങളൊക്കെ. എല്ലാം അന്ധവിശ്വാസ അനാചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ കാര്യമല്ല. ഇത് കൊച്ചു കാര്യങ്ങളാണല്ലേ. അതിനകത്തൊക്കെ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുമാണല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ പുതുതായി ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും